ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്ന് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ കാണുന്നവർക്കും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കമൻറ്റ് സെക്ഷനിലൂടെയും ഇമെയിലിലൂടെയും നിങ്ങൾ അയക്കുന്ന ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകമായി നിങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ നമുക്കും നമ്മുടെ മക്കൾക്കും സാധിക്കണം. ഇന്ന് അനേകം കുടുംബങ്ങൾ, മക്കൾ ജീവിതത്തിൽ തകർന്നു പോകുന്നുണ്ട്. ഇതെല്ലാം ഒരു തെറ്റായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ജീവിതത്തിൽ വിലയേറിയതാണ്. അതിനാൽ ഒരു ശരിയായ തീരുമാനം നമ്മെ ഉന്നതങ്ങളിലെത്തിക്കാം. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു തെറ്റായ തീരുമാനം അത് നമ്മെ എന്നേക്കുമായി തകർത്ത് കളയാനും സാധിക്കും. അതിനാൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഒത്തിരി പ്രാർത്ഥിക്കുക. എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ, കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ, മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ, മക്കളുടെ ജോലി മേഖലയിൽ, മക്കളുടെ വിവാഹ ജീവിതത്തിൽ പ്രത്യേകമായും നിങ്ങൾ സ്വയമേ തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങൾ കർത്താവിനോട് ആലോചന ചോദിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി മാത്രം നമുക്ക് ജീവിക്കാം. എങ്കിൽ നമുക്ക് തകർച്ച വരികയില്ല. എനിക്ക് അറിയാവുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ അമ്മയുടെ സഹോദരങ്ങളെല്ലാം നഴ്സുമാരാണ്. അതിനാൽ തന്നെ അവർ അവരുടെ സ്വന്തം മകളെയും നഴ്സാക്കാൻ തീരുമാനിച്ചു. എന്നാൽ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്നവരാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, ആ നഴ്സാകാൻ പോകുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞു, നീ പോയി അവരോട് പറയുക, ആ കുട്ടിയെ നഴ്സിങ്ങിന് വിടരുത്. വേറൊരു ജോലി, വേറൊരു പഠനമാണ് ദൈവം അവൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് ഞാൻ ആ കുട്ടിയോടും ആ കുട്ടിയുടെ മാതാപിതാക്കളോടും ഞാൻ പറഞ്ഞു, ഇവളെ നഴ്സിങ്ങിന് വിടാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. വേറൊരു കോഴ്സ് ഞാൻ പറഞ്ഞു, ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. ആ കോഴ്സ് അവർക്ക് ഏറ്റവും സൗജന്യമായി പഠിക്കാനും പറ്റും, അത് ഏറ്റവും അടുത്തുമാണ്. എന്നാൽ അവർ എന്നോട് ചോദിച്ചു, എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം നഴ്സുമാരാണ്, അപ്പം ഞാൻ ഈ മകളെയും നഴ്സാക്കാൻ പോവുകയാണ്. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ. എന്നാൽ അവർ നഴ്സിങ്ങിന് മറ്റെങ്ങും കിട്ടാത്തത് കൊണ്ട് ഏറ്റവും ഉയർന്ന ഫീസുള്ള മറ്റൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ആ മകളെ പഠിപ്പിച്ചു. ആ മകള് നഴ്സിംഗ് പഠിച്ചു, പാസ്സായി, പലയിടത്തും ജോലിക്ക് പോയി. എന്നാൽ എങ്ങും ശമ്പളം കിട്ടുന്നില്ല. ആരും ഈ മകൾക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നില്ല. ഇവളുടെ ശാരീരിക ആരോഗ്യവും മറ്റെല്ലാം ഒരു നഴ്സിങ്ങിന് ഉചിതമായതല്ല. കഠിനാധ്വാനം ചെയ്യാൻ ഉള്ള ഒരു ശരീരമല്ല ആ കുട്ടിക്കുള്ളത്. അതിനാൽ തന്നെ എവിടെ പോയാലും അവൾ ജോലി ചെയ്യുന്നുണ്ട്, ശമ്പളം കിട്ടുന്നില്ല. ആരും അവളെ ശമ്പളം കൊടുക്കുന്നില്ല. ഈ മാതാപിതാക്കൾ, ഈ മകളും പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ. എന്നാൽ ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അല്ല, സ്വന്തം ഇഷ്ടമാണ് നടപ്പിലാക്കുന്നത്. കുടുംബക്കാർ നഴ്സുമാരാണ്, അതുകൊണ്ട് എൻ്റെ മകളും നഴ്സാകണം. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം ആർക്കും താല്പര്യമില്ല. എന്നാൽ അത് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. നമ്മുടെ ഇഷ്ടം നിറവേറ്റാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കുന്നത്. അവിടെയാണ് തകർച്ചയുണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അവരെ പറഞ്ഞു പഠിപ്പിക്കുക, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കാൻ നമ്മുടെ മക്കൾക്ക് നാം മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിറവേറ്റേണ്ടത്. ഇന്ന് അനേകർ നമ്മുടെ ചുറ്റുവട്ടത്തും ജീവിതം നശിച്ചു പോകുന്നുണ്ട്. ചില തെറ്റായ പ്രേമബന്ധങ്ങളിൽ കുടുങ്ങി മറ്റ് പല രീതിയിൽ ജീവിതം മോശമായി പോകുന്നുണ്ട്.
ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക്, സ്വന്തം ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നാം ചെയ്യാതിരിക്കുക. നമ്മുടെ മക്കൾക്ക്, നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത് ഇനി മുതൽ നാം ജീവിച്ചേ മതിയാകൂ. അതിനുവേണ്ടി സ്വന്തം താല്പര്യങ്ങൾ, അതെത്ര മനോഹരമെന്ന് തോന്നിയാലും അത് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ദൈവത്തിലുള്ള വിശ്വാസം നമുക്കറിയാൻ സാധിക്കുന്നത്. അതിനാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം ഓർക്കുക, നാം പറയുന്നുണ്ട് ദൈവഹിതം ദൈവഹിതം, എന്നാൽ എത്ര പേർ അത് താല്പര്യത്തോടെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്? ദൈവഹിതം മനുഷ്യന് ചെയ്യാൻ സാധിക്കില്ല, എന്നാൽ കർത്താവ് പറയുന്നു, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ സാധിക്കും. അതിനാൽ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഇനി മുതൽ ഓരോരുത്തരും, ദൈവമേ നിന്റെ ഇഷ്ടം വെളിപ്പെടുത്തി തരണമേ, നിന്റെ ഇഷ്ടം ചെയ്യാനുള്ള കൃപയും ഞങ്ങൾക്ക് തരണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഇന്നത്തെ ദിവസം നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ഇഷ്ടം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിത പങ്കാളിയിൽ, എൻ്റെ മക്കളിൽ നിറവേറ്റാൻ, അത് സ്വീകരിക്കാനുള്ള കൃപ, ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇന്ന് ഞങ്ങൾക്ക് നൽകി ദൈവഹിതം ചെയ്യാൻ, ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. തീർച്ചയായും ദൈവഹിതം നിറവേറ്റുന്നവർക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനമാണ് ദൈവം നൽകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിന്റെ സന്നിധിയിൽ ഈ പ്രഭാതം കൂടി കാണാൻ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ നീ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് വരെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ, ചെയ്യാതെ പോയ നന്മകളെ, പ്രാധാന്യം കൊടുക്കാതെ പോയ ദൈവഹിതത്തെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ മനോഭാവം മാറ്റണമേ. കർത്താവേ കർത്താവേ എന്ന് ഞങ്ങൾ വിളിക്കുകയും കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ തന്നെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളിൽ, പ്രധാന തീരുമാനങ്ങളിൽ ഞങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളാണ് എടുക്കുന്നത്. കർത്താവേ, ഈ ലോകത്തിൽ നിന്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് ഈ തിരുവചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, നിന്നെ അറിയുക എന്നതാണ് പരമപ്രധാനം. ദൈവഹിതം ചെയ്യുന്നവർക്ക് മാത്രമേ ദൈവത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കണമെങ്കിൽ അത് ദൈവത്തെ അറിഞ്ഞാലേ സാധിക്കൂ. ദൈവത്തെ അറിയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കണം. നാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. അതിനാൽ ഇന്ന് ദൈവമേ, ഞങ്ങളുടെ ഇന്ന് വരെയുള്ള പാപങ്ങളെ ക്ഷമിച്ച് ഇന്നു മുതൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ സാധിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് 1-ാം സ്ഥാനം കൊടുക്കാൻ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള താല്പര്യവും കൃപയും ശക്തിയും നൽകി, ധൈര്യവും നൽകി ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ചറിഞ്ഞ് അത് തീരുമാനിക്കാൻ, അത് സാധിച്ചെടുക്കാൻ കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ നിന്നോട് ആവശ്യപ്പെടുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാം ശുഭകരമായി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾ ഇന്ന് ആഗ്രഹത്തോടെ അവർ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന
അവരുടെ വിഷയങ്ങളിന്മേൽ കർത്താവെ ഇന്ന് നീ ഒരു അത്ഭുതം നടത്തി ഈ മക്കളെ നീ സഹായിക്കണമേ. ഇന്നിവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം നൽകി ഇവരുടെ മനസ്സിന് സന്തോഷം വരുന്ന കാര്യങ്ങളെ ഇന്ന് നീ ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മുടങ്ങിക്കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്കിന്ന് സ്വീകരിക്കാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഉവ്വ് കർത്താവേ, ഇതാ നിന്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ നിന്റെ ഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുപോലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിന്നെ സ്നേഹിക്കുന്ന, നിന്നോട് അപേക്ഷിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉവ്വ് കർത്താവേ എന്ന് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എത്ര പ്രയാസകരമായ കാര്യമാണെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ അതിനൊരു ധൈര്യവും തൻ്റെ ഇടവും കാണിക്കാൻ മാതാവേ, നിന്നെപ്പോലെ തന്നെ ഞങ്ങൾക്കും ധൈര്യം തരണമേ, ശക്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ അതിനുള്ള ധൈര്യവും ചങ്കൂറ്റവും തൻ്റെടവും എളിമയും കർത്താവ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അയക്കുകയും ചെയ്യുന്ന എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.